സോ ഗൈസ്, വീട്ടിലോട്ട് പോകുന്നതിന് മുമ്പ് ഇതൊരു ലീക്ക്ഡ് ന്യൂസാണ്. ഈ കാര്യം ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങൾ അറിയും. ഓക്കെ, പിന്നെ ഇത് കേരളത്തിലെ കുറച്ച് പ്രമുഖ ലീക്കേഴ്സ് എനിക്ക് അയച്ചതാണ്. അവരുടെ പേര് അല്ലെങ്കിൽ അവരുടെ സോഴ്സ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നില്ല, അതെനിക്കും അവർക്കും പ്രശ്നമാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് കാര്യത്തോട് കിടക്കാം. നമ്മൾ ഡോക്ടർ റോബിൻ കുറച്ച് കാര്യങ്ങൾക്ക് മുമ്പ് പറഞ്ഞത് മൂപ്പരുടെ സിനിമ ഇറങ്ങാൻ പോകണ്ടേ, മൂപ്പരുടെ ജീവചരിത്രത്തിൻ്റെ സിനിമ ഇറങ്ങാൻ പോകേണ്ടി നോക്കാം. ഓക്കെ, അപ്പോൾ ഒരുപാട് പേര് പറഞ്ഞു ബ്രോ അതിൽ മറ്റേ നായികയായിട്ട് ആരതി പൊടിനൊക്കെ കൊണ്ടുവരുമെന്നൊക്കെ ചോദിച്ചു. അതിനൊരു കൺഫർമേഷൻ വന്നിട്ടുണ്ട്. ഇത് ലീക്ക് ന്യൂസാണ് എന്നെ പറയരുത്. ഓക്കെ, സോ ഞാൻ കാണിച്ചുതരാം. സ്വന്തമായി സിനിമ നിർമ്മിച്ച് സംവിധാനം ചെയ്യാൻ പോകുന്ന സിനിമയെക്കുറിച്ച് വെളിപ്പെടുത്തിയാണ് ബിഗ് ബോസ് താരം റോബിൻ രാധാകൃഷ്ണൻ നേരത്തെ രംഗത്ത് വന്നിരുന്നത്. ഓക്കെ, എൻ്റെ വീഴ്ചകൾ എന്ന് പേരിട്ടിരിക്കുന്ന സിനിമയിൽ പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കും തിരക്കഥയും താരം തന്നെയാണ്. ഓക്കെ, ചിത്രത്തിലെ നായിക കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന തൻ്റെ ഭാവി വധുവായ ആരതി ആയിരിക്കുമെന്നും ചിത്രത്തിൻ്റെ പ്രചരണത്തിനായി തിരുവനന്തപുരം മുതൽ ചെന്നൈ വരെ ഓടുമെന്നായിരുന്നു താരം വ്യക്തമാക്കിയിരുന്നു. ഓക്കെ, ബട്ട് സ്റ്റിൽ ഇപ്പോൾ ഇത് തൻ്റെ സിനിമയെക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാക്കിക്കൊണ്ട് വന്നിരിക്കുകയാണ് താരം. തിരക്കഥാകൃത്തും സംഗീത സംവിധായകനുമായ ലേല അംബുജാക്ഷനുമായി സംസാരിക്കുകയായിരുന്നു താരം. ഓക്കെ, സോ അതിൻ്റെ ലീക്കാണ് നമ്മൾ കിട്ടിയിട്ടുള്ളത്. തെറ്റാ എന്നെ കുറ്റം പറഞ്ഞത്, പക്ഷേ ലീക്ക് ന്യൂസാണ്. ഒരു 90% ശരിയാൻ ചാൻസ്. ഓക്കെ, സീസണലായിട്ട് ഇഷ്ടമുള്ളവരല്ല എന്നെ ഇഷ്ടപ്പെടുന്നവർ. ചിലരുണ്ട് ഓരോ സീസൺ കഴിയുമ്പോൾ അവരുടെ ഇഷ്ടങ്ങൾ മാറും. ആരെ ഇഷ്ടപ്പെടണം വേണ്ട എന്നുള്ളത് ഓരോരുത്തരും താല്പര്യമാണ്. ഇഷ്ടപ്പെടുന്നതിന് പ്രത്യേകിച്ച് എന്തെങ്കിലും കാരണവും കാണും. എന്നാൽ പോസിറ്റീവായാലും നെഗറ്റീവായാലും ഇഷ്ടപ്പെട്ട് കൂടെ നിൽക്കുന്ന 5 പേരാണെങ്കിലും ഞാൻ സന്തോഷമാണെന്ന് ഡോക്ടർ റോബിൻ പറയുന്നു. നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേര് വേണമെന്നൊന്നുമില്ല, ആത്മാർത്ഥമായി കൂടെ നിൽക്കുന്ന കുറച്ച് പേർ മാത്രം മതി. ഇനിയൊരു പക്ഷേ 5 പേരുമില്ല, എല്ലാവരും പോയി എന്ന് പറഞ്ഞാലും ഞാൻ ഒറ്റയ്ക്ക് നിൽക്കും. കാരണം ഒറ്റയ്ക്കാണ് ഞാൻ ഇതുവരെ എത്തിയത്. ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള ലക്ഷ്യങ്ങളിലേക്കും ഞാൻ ഒറ്റയ്ക്ക് തന്നെ പോയേക്കും. എല്ലാ മേഖലയിലും നല്ല ആൾക്കാരും മോശം ആൾക്കാരുമുണ്ട്. അത് സിനിമയിൽ മാത്രമല്ല, അവരെ നമുക്ക് പോയി മാറ്റാനൊന്നും സാധിക്കില്ല. പിന്നെ സിനിമ നല്ലതാണെങ്കിൽ അത് ഓടും, അത്രേ ഉള്ളൂ. അതിന് 1000 കോടിയോ 500 കോടിയോ ബഡ്ജറ്റ് വേണമെന്നില്ല. നല്ല കഥയുണ്ടെങ്കിൽ സിനിമ വിജയിക്കും. സാധാരണക്കാരനായ എൻ്റെ ഒരു ആഗ്രഹമാണ് സിനിമ. വളരെ ചെറിയൊരു സിനിമയാണ് ഞാൻ ചെയ്യുന്നത്. എൻ്റേതായ കാര്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കണമെന്ന് ആഗ്രഹമുണ്ട്. അത് വലിയൊരു സംഭവമാണെന്ന് ഞാൻ ഒരിക്കലും പറയത്തില്ല. എന്തായാലും ആ സിനിമ ചെയ്യാനുള്ള കഠിനാധ്വാനത്തിലാണ് ഞാൻ, എഫേർട്ടിലാണ് ഞാൻ. അധികം ടാലൻ്റ് ആയിട്ടുള്ള ആളൊന്നുമല്ല ഞാൻ, കഠിനാധ്വാനമാണ് എൻ്റെ ടാലൻ്റ്. ഓക്കെ, അതുകൊണ്ടാണ് ഈ സിനിമയ്ക്ക് വേണ്ടി ഇത്ര വെയിറ്റ് കൂട്ടുന്നതും ഇതുവരെ ഒരു സിനിമയിലും ഒരു നടനും ചെയ്യാത്ത രീതിയിൽ ഇത്രയും കിലോമീറ്റർ ഓടാനും തീരുമാനിച്ചത്. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ കിലോമീറ്ററിൻ്റെ കാര്യം. അതിൻ്റെ ഓരോ അപ്ഡേഷനും വരും. അത്ര ടാലൻ്റ് അല്ലാത്തത് കൊണ്ടാണ് ഇത് ചെയ്യാൻ തീരുമാനിച്ചത്. കഠിനാധ്വാനത്തിന് തയ്യാറായിട്ടുള്ള ആളായതിനാൽ ഇത്തരം ഒരു തീരുമാനവും അദ്ദേഹം പറയുന്നു. ഓക്കെ, ഏത് പ്രതിസന്ധിയിലും കൂടെ നിൽക്കുന്ന ആളാണ് ആരതിപ്പൊടി. എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമ്പോൾ നമുക്കിത് വേണ്ടെന്ന് പറഞ്ഞ് പോകുന്ന പലരുമുണ്ട്. എന്നാൽ അത്തരം ഒരു സാഹചര്യത്തിൽ കട്ടക്ക് മരണം വരെ കൂടെ നിൽക്കുന്ന ആളെ കിട്ടിയതിൽ സത്യം പറഞ്ഞാൽ ഞാൻ അനുഗ്രഹീതനാണ്. ഒരുപാട് അമ്മമാരുടെയും ചേച്ചിമാരുടെയും പ്രാർത്ഥന കൊണ്ടായിരിക്കും ഇത്ര നല്ല കുട്ടിയെ കിട്ടിയത്. ഓക്കെ, എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഞാൻ ആരതിയുടെ അഭിപ്രായം ചോദിക്കാറുണ്ട്. അപ്പോൾ കറക്റ്റായിട്ടുള്ള കാര്യങ്ങൾ പറയും. ചിലപ്പോൾ എടുത്തു ചാടി എന്തെങ്കിലും ഞാൻ ചെയ്യും, എന്നാൽ ആലോചിച്ച് ചെയ്യണമെന്ന് പറയും. അതിനാൽ തന്നെ പല കാര്യങ്ങളും ഇപ്പോൾ ചെയ്യാറില്ല. ചെയ്താൽ തന്നെ അത് പ്രശ്നമായിട്ടുണ്ടെന്ന് റോബിൻ കൂട്ടിച്ചേർക്കുന്നു. ഓക്കെ, സോ ഇതിലെവിടെ ഡോക്ടർ റോബിൻ്റെ സിനിമയെക്കുറിച്ചുള്ള അപ്ഡേഷൻ കേട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. സോ ലീക്ക് ന്യൂസാണ്, ഇത് തെറ്റാകും എന്ന് പറയരുത്. പിന്നെ സോസ് ഞാൻ പറയത്തില്ല, അത് ഒരു മോശമാണല്ലോ, തെണ്ടിത്തരാണല്ലോ. അവർ നമുക്ക് അയച്ചു തന്നെ അവരുടെ പേര് അറിയാൻ പറഞ്ഞാൽ. അപ്പോൾ ബൈ, പിന്നെ ലൈക്ക് അടിച്ചാൽ.